വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, പൾപ്പി ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഇതുപോലൊരു സോസ് പാൻ എടുക്കുക, അതിലേക്ക് 1 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അവരവരുടെ മധുരത്തിൻ്റെ ഇതനുസരിച്ചാണ്, ഞാനിവിടെ ഒരു 150 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. കുറവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി, കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം നല്ല ബ്ലാക്ക് ഗ്രേപ്സ് ആണ്. അപ്പോൾ അതിന് നല്ല മധുരമുണ്ട്, അത് കാരണം ഞാനിവിടെ 150 ഗ്രാം ഷുഗർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ മധുരം അനുസരിച്ച് ഷുഗർ എടുത്താൽ മതി. പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഞാൻ അതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 300 ഗ്രാം ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക. ഗ്രേപ്സ് ഞാൻ ഇതിലേക്ക് 300 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ നല്ലോണം കുക്കാവണം. കുക്കായി അതിൻ്റെ സ്കിൻ അതിൽ നിന്നിങ്ങനെ വിടർന്ന് മാറി വരണം. ആ ഒരു ടൈം വരെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് നല്ല ഐസ് കോൾഡ് വാട്ടർ എടുത്ത് വെച്ചിരിക്കുക സൈഡിൽ. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളമായിരിക്കണം. ഇതിലേക്ക് നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യാം. ഈ വെള്ളം ഇങ്ങനെ തന്നെ മാറ്റി വെച്ചിരിക്കണം. നമുക്ക് ഇതിൻ്റെ സ്കിന്നുമായിട്ട് വീണ്ടും തിളപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ മാറ്റി വെച്ചേക്കാം. നമുക്ക് ഹാഫ് ആൻ അവർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്കിന്നും പൾപ്പും സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെ സ്കിന്നും സെപ്പറേറ്റ് ചെയ്തൊരു ബൗളിലിടാം, പൾപ്പും ഇങ്ങനെ ഇടാം. അങ്ങനെ നല്ല ജോലിയുണ്ടത്, വളരെ സൂക്ഷിച്ച് ഇത് നമുക്ക് ചെയ്യാം. ഞാൻ ഗ്രേപ്സ് എല്ലാം പൾപ്പും സ്കിന്നും പ്രത്യേകം മാറ്റിയിട്ടുണ്ട്. നല്ല വെന്ത് പോയ ഗ്രേപ്സ്, ചില ഗ്രേപ്സ് നല്ല വെന്ത് പോവും, അതിൻ്റെ പൾപ്പ് ഇങ്ങനെ ലിക്വിഡ് പോലെ ആവും. അതും ഇതിൽ കൂടെ തന്നെ ആഡ് ചെയ്തിരിക്കണം. നമുക്ക് ലാസ്റ്റിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് വേണം ജ്യൂസ് എടുക്കാനായിട്ട്. പൾപ്പ് എടുത്തതെല്ലാം നമുക്കിതിനി ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. സ്കിന്ന് നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്ത് ഇതിനി ഒരു 10-15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നല്ലോണം തിളച്ച് ഈ സ്കിന്നിലെ കളറെല്ലാം ഈ ജ്യൂസിലോട്ട്, ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. ഞാനിവിടെ ഇതിൻ്റെ കൂടെ 1 കഷ്ണം പട്ട കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ പട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇത്രയും ഒരുമിച്ച് നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജ്യൂസ് നല്ലോണം തിളച്ചിട്ടുണ്ട്. സ്കിന്നിലെ കളറൊക്കെ ജ്യൂസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ച് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചാൽ മതി. ആവശ്യാനുസരണം നേരത്തെ മാറ്റി വെച്ച പൾപ്പും ഈ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പൾപ്പി ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ ഇഷ്ടാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.
അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.